ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും കേൾക്കാറുണ്ട്. അതിന് ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങളും സംശയവും വാക്കുതർക്കവും ഒക്കെ കാരണമാകാം. എന്നാൽ വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ നവവധുവിനെ വരൻ വെട്ടിക്കൊന്ന വാർത്ത കേട്ടു. പിന്നാലെ യുവാവും ജീവനൊടുക്കി. കേരളത്തിലല്ല, അങ്ങ് കർണാടകയിലാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. 27-കാരനായ നവീനാണ് 19-കാരി ലിഖിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയത്. എന്നാൽ കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ല. ബുധനാഴ്ച രാവിലെ ഗ്രാമത്തിലെ കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് നവീനും ലിഖിതയും വിവാഹിതരായത്. തുടർന്ന് നവദമ്പതിമാരും ബന്ധുക്കളും നവീന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് പോയി. ഭക്ഷണശേഷം ബന്ധുക്കൾ പുറത്തുപോയതിന് പിന്നാലെ നവീൻ മുറി അകത്തുനിന്ന് പൂട്ടി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മുറിയിൽ നിന്ന് ലിഖിതയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ സഹോദരി പുത്രി ജനാലയിലൂടെ നോക്കിയപ്പോൾ നവീൻ ലിഖിതയെ ആക്രമിക്കുന്നതാണ് കണ്ടത്. ബന്ധുക്കളെത്തി വാതിൽ തകർത്ത് മുറിക്കുള്ളിൽ കടന്നപ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന നിലയിലാണ് നവവധുവിനെ കണ്ടത്. നവീനെ ഗുരുതരമായി പരിക്കേറ്റ നിലയിലും കണ്ടെത്തി. തുടർന്ന് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ലിഖിതയുടെ ജീവൻ രക്ഷിക്കാനായില്ല. വ്യാഴാഴ്ച രാവിലെ നവീനും മരിച്ചു. കൊടുവാൾ ഉപയോഗിച്ചാണ് നവീൻ ലിഖിതയെ വെട്ടിക്കൊന്നത്. ബന്ധുവീട്ടിലെ മുറിയിൽ നിന്ന് നവീന് എങ്ങനെയാണ് ആയുധം ലഭിച്ചതെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. നവീൻ തുണിക്കട നടത്തുകയായിരുന്നു. ഇരുവരുടെയും വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ഇത്. വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ നടന്ന അതിക്രമത്തിന്റെ കാരണം KGF പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 ബംഗളൂരു.